Hi friends, welcome back to my video. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു കിഡിലൻ വീഡിയോ പ്ലെയർ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഏവർക്കും വളരെ ഇൻട്രസ്റ്റ് തോന്നിയേക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഇത്. വീഡിയോയുടെ തുടർന്നുള്ള ഭാഗം സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് ആപ്പ് റിവ്യൂവിലേക്ക് കടക്കാം. പുതിയ ടെക് വീഡിയോകൾക്കായി ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. യൂട്യൂബിലൂടെ വീഡിയോകൾ ലഭിക്കുവാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഞാൻ നൽകിയിട്ടുള്ള ലിങ്കിൽ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗാലറിയിലായിട്ട് നിങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള എല്ലാ വീഡിയോസും കാണുവാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് ഏത് വീഡിയോ ആണ് നിങ്ങൾ പ്ലേ ചെയ്ത് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ തന്നെ ആ ഒരു വീഡിയോ ഈ ഒരു പ്ലെയറിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണുവാനായിട്ട് സാധിക്കും. ഈ വീഡിയോയുടെ താഴെയായിട്ട് നിങ്ങൾക്ക് 4 ഓപ്ഷനുകൾ കാണാം. ആ 4 ഓപ്ഷനുകളെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 4ാമത്തെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. 4ാമത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ സ്മാർട്ട് ടി വി ഉണ്ടെങ്കിൽ ആ സ്മാർട്ട് ടി വിയുമായിട്ട് ഈ വീഡിയോസ് കണക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി 3ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ലോക്ക് ഐക്കണാണ്. ആ ലോക്കിന് പുറത്തായിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ലോക്കാവും. തുടർന്ന് നിങ്ങളുടെ കുട്ടികളുടെ കയ്യിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മൊബൈൽ കൊടുക്കുവാനായിട്ട് സാധിക്കും. വീഡിയോ പൗസ് ചെയ്യാതെ അവർക്ക് കാണുവാനായിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഒട്ടുമിക്ക വീഡിയോ പ്ലെയറുകളിലും ആ ഒരു ഓപ്ഷൻ ലഭ്യമാണ്. ഇനി നമുക്ക് കിട്ടുന്നത് 2ാമത്തെ ഓപ്ഷനാണ്. 2ാമത്തെ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വീഡിയോ പ്ലെയർ ഇവിടെ നിന്ന് ഓഫായിട്ട് സ്ക്രീനിലായിട്ട് നമുക്ക് മറ്റൊരു ചെറിയ സ്ക്രീൻ വന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ആ ചെറിയ സ്ക്രീനിലൂടെ നമുക്ക് ഈ വീഡിയോ പ്ലേ ആയി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു സ്ക്രീനിനെ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതിനായിട്ട് താഴെ നിങ്ങൾക്ക് ആരോ കാണാം. ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വലുതാക്കുവാനും ചെറുതാക്കുവാനും സാധിക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്പ്ലേയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇതുപോലെ നീക്കി സെറ്റ് ചെയ്യുവാനും സാധിക്കും. ഈ ഒരു ഓപ്ഷൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും മെസ്സേജ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഗാലറിയിലെ വീഡിയോസ് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുവാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോഴോ മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോഴോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്ലെയറിലെ വീഡിയോ പ്ലേ ചെയ്ത് കണ്ടുകൊണ്ടേയിരിക്കാം. അതാണ് ഇതിലുള്ള ഒരു പ്രത്യേകത. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ വേണ്ട എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് ഒരു ഇൻഡോ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ പ്ലെയർ ഇവിടെ നിന്ന് ഓഫായി പോകുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും വീഡിയോ പ്ലെയറിനുള്ളിലേക്ക് പോകാം. ആപ്ലിക്കേഷനിലുള്ള ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഓപ്ഷനാണ്. നിങ്ങൾക്കൊരു ഇമോജി ഐക്കൺ പോലെ ഇവിടെ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കാം. ക്ലിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ പ്ലെയറിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും ഈ വീഡിയോ പ്ലെയർ പ്രവർത്തിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ പ്ലെയറിലൂടെ പ്ലേ ആകുന്ന വീഡിയോയുടെ അത്രയും ഭാഗം നിങ്ങൾക്ക് മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിരിയുന്ന സമയത്ത് നിങ്ങളുടെ ഫേസ് ഈ ആപ്ലിക്കേഷൻ ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ട് ആ വീഡിയോ പ്ലെയറിലെ വീഡിയോ അവിടെ പൗസായി നിൽക്കും. തിരിഞ്ഞ് നിങ്ങൾ ഈ വീഡിയോ പ്ലെയറിലേക്ക് നോക്കുന്ന സമയത്ത് മാത്രമായിരിക്കും വീണ്ടും വീഡിയോ ഓട്ടോമാറ്റിക്കലി പ്ലേ ആയി റൺ ചെയ്യുന്നത്. ഇത് മറ്റൊരു ആപ്ലിക്കേഷനിലും ഇല്ലാത്തൊരു വളരെ വ്യത്യസ്തമായൊരു ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും ഇത്. ഇനി മറ്റൊരു പ്രത്യേകത ഈ ഒരു വീഡിയോ പ്ലെയറിലുള്ളത് MX പ്ലെയറിനെ പോലെ തന്നെ നമുക്ക് താഴെ നിന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ശബ്ദം കൂട്ടുവാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് വലത് നിന്ന് ഇടത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിലും നല്ല നല്ല ആപ്ലിക്കേഷനുകളും നല്ല നല്ല അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി.